സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്കെതിരായ മനുഷ്യക്കടത്ത് കേസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഊട്ടി ഉറപ്പിക്കലിന്റെ ഇല്ലാത്ത അർത്ഥം പറയുന്ന കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ഊട്ടുക എന്ന് പറഞ്ഞാൽ അറിയാം, ഭക്ഷണം കൊടുത്തിട്ട് ഉറപ്പിക്കുന്നതിനെ ഊട്ടി ഉറപ്പിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങളത് അന്വേഷിച്ചോ? അതിന്റെ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ആകെ വെപ്രാളം. കേക്കുമായി അരമനയിലേക്ക് ആരും വരേണ്ട എന്ന് ബിഷപ്പുമാർ പറഞ്ഞല്ലോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്ക് ഇപ്പോൾ തരാമെന്ന് മറുപടി പറഞ്ഞായിരുന്നു. പറഞ്ഞോട്ടെ, എന്താ അവർക്ക് സ്വാതന്ത്ര്യമില്ല പറയാൻ, അവർക്ക് സ്വാതന്ത്ര്യമില്ല പറയാൻ. നിങ്ങൾക്ക് കേക്ക് വേണോ? നിങ്ങൾക്ക് കേക്ക് വേണമെങ്കിൽ ഞാനിപ്പോ പറയാം. BJP അല്ല കന്യാസ്ത്രീകളെ പിടിച്ചതെന്നൊക്കെ കുര്യൻ പറയുന്നുണ്ട്. BJP അല്ല പിടിച്ച് പുറത്തിട്ടത്, അകത്തിട്ടത്. തങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അറസ്റ്റിലായ പെൺകുട്ടികൾ പറഞ്ഞല്ലോ, അതിന്റെ വീഡിയോ ക്ലിപ്പ് കാട്ടിത്തരാമെന്ന് മാധ്യമപ്രവർത്തകൻ പറഞ്ഞപ്പോൾ ജോർജ് കുര്യന്റെ ഉരുണ്ടുകളി ഇങ്ങനെയായിരുന്നു. ആ പെൺകുട്ടികൾ പറയുന്നതാണ്. മിസ്റ്റർ ഹിന്ദി അറിയാലോ? പിന്നെയും എന്തൊക്കെയോ പറഞ്ഞു ജോർജ് കുര്യൻ. ഇടയ്ക്ക് പറയും മന്ത്രി ആയതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ പറ്റില്ല എന്ന്. പിന്നെയും എന്തൊക്കെയോ പറയും. ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ആർക്കും ഒന്നും മനസ്സിലാകരുത്. നിങ്ങൾ യൂട്യൂബിൽ പോയി ഏതെങ്കിലും ഒരു ന്യൂസ് ചാനലിന്റെ ഈ ജോർജ് കുര്യന്റെ വാർത്താ സമ്മേളനത്തിലെ ലിങ്ക് പരിശോധിച്ചാൽ മനസ്സിലാകും കുര്യൻ എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത് എന്ന്. ഈ വിഷയത്തിൽ BJPയുടെ ഉരുണ്ടുകളി കൂടുതൽ വ്യക്തമാക്കുന്നതാണ് കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള കുര്യന്റെ വാക്കുകൾ. ഇനി ഈ വിഷയത്തിൽ വളരെ ശക്തമായിട്ടുള്ള വാക്കുകൾ കൂടി കേൾപ്പിക്കാം. CPMന്റെ ജോൺ ബ്രിട്ടാസ് MPയാണ് രാജ്യസഭയിൽ കന്യാസ്ത്രീകളുടെ വിഷയം വളരെ ശക്തമായിട്ട് ഉന്നയിച്ചത്. നദ്ദയും പീയൂഷ് ഗോയലും നിർമ്മല സീതാരാമനും ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ പഠിച്ചിട്ട് അവരുടെ മതപരിവർത്തനം നടന്നോ എന്ന് മലയാളത്തിൽ ബ്രിട്ടാസ് ചോദിച്ചു. ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണ് നിങ്ങളെന്ന് സുരേഷ് ഗോപി കൂടി ഇരുന്ന ഭരണപക്ഷ ബെഞ്ചിനെ നോക്കി ബ്രിട്ടാസ് വിളിച്ചു. Let me just add something in Malayalam. When I say that even the small thing in this country will have far-reaching implications. രണ്ട് കന്യാസ്ത്രീകളെ ദുർഗില് ജയിലിൽ അടച്ചിരിക്കുകയാണ്, കൊടും ക്രിമിനലുകളൊപ്പം. ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്സിനെ ബാധിക്കുന്ന വിഷയമാണ്. കേക്കും കിരീടവുമായി ക്രൈസ്തവ ന്യൂനപക്ഷത്തെ പീഡിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന മുന്നമാരുള്ള ഈ സ്ഥലത്ത് ഞാൻ അവരോട് ചോദിക്കുകയാണ്, ഇന്ത്യയുടെ സൽപ്പേരിന് കളങ്കം വരുത്തുന്ന ഒരു നടപടിയിലും ഇവർ വ്യാപൃതരാകാൻ പാടില്ല എന്നുള്ളത്. കഴിഞ്ഞ വർഷം മാത്രം 824 അതിക്രമങ്ങളാണ് ക്രൈസ്തവ ന്യൂനപക്ഷത്തിനെതിരെ ഈ രാജ്യത്ത് നടന്നത്. നിങ്ങൾ മുസ്ലിങ്ങളുടെ വീടുകൾക്ക് നേരെ ബുൾഡോസർ അയക്കുന്നു, ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു. കേരളത്തിലെ ക്രൈസ്തവരെ പാട്ടിലാക്കാൻ വേണ്ടി കേക്കുമായി അരമനകളിൽ കയറി നരകുന്നു. ആട്ടിൻ തോലിട്ട ചെന്നായികളാണ് നിങ്ങൾ. നിങ്ങളെ തിരിച്ചറിയാനുള്ള ബുദ്ധിയും വിവേകവും കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം സർ. നഡ്ഡാജി, നിങ്ങൾ പഠിച്ചത് ക്രൈസ്തവ സ്കൂളില്, പീയൂഷ് ഗോയൽ പഠിച്ചത് ക്രൈസ്തവ സ്കൂളില്, നിർമ്മല സീതാരാമൻ പഠിച്ച ക്രൈസ്തവ സ്കൂളില്, ജയശങ്കർ പഠിച്ച ക്രൈസ്തവ സ്കൂളില്. ആരെ മതപരിവർത്തനം ചെയ്യാൻ വേണ്ടിയാണ് അവർ നിങ്ങളെ പഠിപ്പിച്ചത്? നിങ്ങൾ ക്രിസ്ത്യാനിയായോ? ഇല്ലല്ലോ, നിങ്ങൾ ഹിന്ദുവായി നിൽക്കുകയല്ല ചെയ്തത്. ഇതുപോലെ ആതുര ശുശ്രൂഷ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് സ്തുത്യർഹമായ സേവനം നടത്തുന്ന ക്രൈസ്തവരെയും കന്യാസ്ത്രീകളെയും നിങ്ങളിങ്ങനെ പീഡിപ്പിക്കരുത്. ഇത് ഈ രാജ്യത്തിന്റെ സൽപ്പേരിനെ കളങ്കപ്പെടുത്തുന്ന കാര്യമാണെന്ന് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. തൃശൂരിൽ നിന്ന് ക്രൈസ്തവ വോട്ട് നേടി വിജയിച്ചു പോയ സുരേഷ് ഗോപി JP നദ്ദയുടെ പിന്നിലായി ഇരിക്കുന്നത് ആരെങ്കിലും കണ്ടോ? ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രം. എന്തായാലും സഭാ നേതൃത്വങ്ങൾ കുര്യനോടും സുരേഷ് ഗോപിയോടും BJPയോടും കടുത്ത അമർഷത്തിലാണ്. കർദിനാൾ മാർ ബസേലിയസ് ക്ലിമിസ് നീതി ആദ്യം പിന്നീട് ചായ എന്നാണ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നുണ്ടായ ചില അപ്ഡേറ്റുകൾ കൂടി പറയാം. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയുമായി സഭാ നേതൃത്വം വെള്ളിയാഴ്ച ഹൈക്കോടതിയെ സമീപിക്കും. വളരെ ഗുരുതരമായ വകുപ്പുകളാണ് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. NIA കോടതിയെ സമീപിക്കാനാണ് ദുർഗ് കോടതി പറഞ്ഞത്. പക്ഷേ NIA കോടതിയിലേക്ക് പോയാൽ ജാമ്യത്തിന് കാലതാമസം ഉണ്ടാകുമെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ജാമ്യാപേക്ഷ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ല എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ നിന്നുള്ള MPമാരെ അറിയിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദുർഗ് കോടതിയിൽ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ എത്തിയപ്പോൾ ഛത്തീസ്ഗഡ് സർക്കാർ എതിർത്തതുകൊണ്ടാണ് അത് അനുവദിക്കപ്പെടാതെ പോയത്. NIA കോടതിയിലേക്ക് ഈ ജാമ്യാപേക്ഷ അല്ലെങ്കിൽ ഈ കേസ് വിട്ടത്. ഇന്ന് ഈ വിഷയം അമിത്ഷാ പ്രധാനമന്ത്രിയുമായും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുമായും സംസാരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്.
അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിൽ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ എത്തിയാൽ എതിർക്കില്ല എന്നുള്ള നിലപാട് അമിത്ഷാ സ്വീകരിക്കുന്നത്. സർക്കാർ എതിർത്തില്ലെങ്കിലും ഈ ചുമത്തിയിരിക്കുന്ന വകുപ്പുകളുടെ ഗുരുതര സ്വഭാവം വെച്ച് ജാമ്യാപേക്ഷ തള്ളിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ വിഷയത്തിൽ BJP വീണ്ടും ഡബിൾ ഗെയിം കളിക്കുകയാണോ എന്നുള്ള ഒരു സംശയം ഉയരുന്നുണ്ട്. ജാമ്യാപേക്ഷയെ എതിർക്കാതെ ക്രൈസ്തവ സഭയുടെ രോഷത്തെ തണുപ്പിക്കുക എന്ന ഒരു സൈഡ് നിലപാട്, മറുവശത്ത് ശക്തമായ വകുപ്പ് ചുമത്തിയിരിക്കുന്നത് കൊണ്ട് ജാമ്യം കിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. അതുവഴി ഛത്തീസ്ഗഡിലെ ബജ്രംഗ് ദളിനെ തലോടുന്ന മറ്റൊരു നിലപാട്. എന്താണ് സംഭവിക്കുക എന്നറിയാൻ നമ്മൾ കാത്തിരിക്കണം. എന്തായാലും സംസ്ഥാന BJP നേതാക്കളെ വെട്ടിലാക്കുന്ന നിലപാടാണ് ഛത്തീസ്ഗഡിലെ BJP സർക്കാർ സ്വീകരിച്ചത്. മാത്രമല്ല കന്യാസ്ത്രീകൾക്കൊപ്പമെന്ന് നിലപാടെടുത്ത BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ സംഘപരിവാർ അനുകൂലികൾ തന്നെ സൈബർ ഇടത്തിൽ കടുത്ത ആക്രമണം നടത്തുന്നുണ്ട്. ഇതിനിടയ്ക്ക് വളരെ വിചിത്രമായ വാദവുമായി കാസയും രംഗത്ത് വന്നിട്ടുണ്ട്. എല്ലാവർക്കും സന്തോഷമായല്ലോ അല്ലേ എന്നാണ് കാസാക്കാർ ചോദിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റാണ്. നിസ്സാരമായി സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിലോ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ തീരേണ്ടിയിരുന്ന ഒരു സാധാരണ വിഷയത്തെ രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ജിഹാദികളും ചേർന്ന് ഒരുക്കിയ കെണിയിൽ വീണ സഭാ നേതൃത്വം തങ്ങളുടെ ഓരോ രൂപതകളും ജില്ല തിരിച്ച് DCC ഓഫീസുകൾ പോലെ പ്രവർത്തിച്ച് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് തെരുവിലിറക്കി പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും എല്ലാം നടത്തി കോൺഗ്രസിന് രാഷ്ട്രീയ മുതലെടുപ്പിന് അവസരം ഒരുക്കി കൊടുത്തു. ഇവിടെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടത്തെ പോരാഞ്ഞിട്ട് ഛത്തീസ്ഗഡിൽ ചെന്ന് അവിടുത്തെ ജയിലിന് മുന്നിലും അനാവശ്യ ബഹളങ്ങളും മറ്റും ഉണ്ടാക്കി അവിടെയും വാർത്തകൾ സൃഷ്ടിച്ച് അവിടുത്തെ ജനങ്ങളെയും ഹൈന്ദവ സംഘടനകളെയും പരമാവധി പ്രകോപിപ്പിച്ച് അവിടുത്തെ സർക്കാരിനും കോടതിക്കുമെല്ലാം സമ്മർദ്ദമുണ്ടാക്കി ഈ അവസ്ഥയിൽ എത്തിച്ചു എന്നാണ് കാസാക്കാർ പറയുന്നത്. സമാധാനമായല്ലോ എന്നുകൂടി ചോദിക്കുന്നുണ്ട്. പതിവിന് വിപരീതമായി സംസ്ഥാന BJP നേതൃത്വം ഇത്തരമൊരു വിഷയത്തിൽ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ആത്മാർത്ഥമായി രംഗത്തിറങ്ങുമ്പോൾ അതിനോട് സഹകരിക്കുന്നതിന് പകരം നിങ്ങൾ നടത്തിയത് ബുദ്ധിശൂന്യമായ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ തരംതാണ രാഷ്ട്രീയ കളികളാണ് എന്നാണ് കാസാക്കാർ പറയുന്നത്. ഇങ്ങനെ പോകുന്നു കാസാക്കാരുടെ പോസ്റ്റ്. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് പതിവിന് വിപരീതമായി BJP എന്ന്, അതായത് സാധാരണ BJP ഇങ്ങനെ ഇടപെടാറില്ല എന്ന് കാസാക്കാർ തന്നെ പറയുന്നതും നമുക്ക് ഈ പോസ്റ്റിലൂടെ വായിച്ചറിയാൻ പറ്റും. നിമിഷപ്രിയ കേസിൽ കാന്തപുരം ഇടപെട്ട് വധശിക്ഷ മാറ്റിവെച്ചപ്പോൾ പലരുടെയും തനി നിറം വെളിച്ചത്തായത് നമ്മൾ കണ്ടതാണ്. അതുപോലെ കന്യാസ്ത്രീകളുടെ കേസിലും പലരും തൊലി ഉരിഞ്ഞു നിൽക്കുകയാണ്. ഇരട്ടത്താപ്പ് വെളിച്ചത്തായതിൻ്റെ ജാള്യത ഒരു ഭാഗത്തുണ്ട്, മറുഭാഗത്ത് ഉത്തരം മുട്ടിയ അവസ്ഥയുണ്ട്. അപ്പോൾ പിന്നെ വിചിത്രവാദങ്ങളും ആർക്കും മനസ്സിലാകാത്ത പത്രസമ്മേളനങ്ങളും ഒക്കെയായി ചിലർ രംഗത്ത് വരും. സ്വാഭാവികം മാത്രമാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ അപ്ഡേറ്റുകൾക്കായി കമൻറ്റ് ബോക്സിലുള്ള വാട്സപ്പ് ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.